പുനഃസംഘടന നിർത്തിവെക്കാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് കോൺഗ്രസിൽ രൂപപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. പട്ടിക തിരുത്തുന്നതിന് അനുകൂല നിലപാടാണെങ്കിലും എംപിമാർ അടക്കം ഹൈക്കമാൻഡിനെ സമീപിച്ച ശൈലിയിൽ സുധാകരന് കടുത്ത വിയോജിപ്പുണ്ട്. പ്രശ്നപരിഹാരത്തിനായി സുധാകരനും വി ഡി സതീശനും തമ്മിൽ നാളെ ചർച്ച നടത്തിയേക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒന്നിച്ചതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങൾ രൂപപ്പെടുകയാണ്. പുതിയ സാഹചര്യത്തിൽ പുനഃസംഘടനാ പട്ടികയിൽ ചില തിരുത്തലുകൾ വരുത്താൻ സുധാകരൻ തയ്യാറാണ്. പക്ഷേ ഹൈക്കമാൻഡിന് കത്ത് നൽകിയവർ പരാതി എന്താണെന്ന് തന്നെ അറിയിക്കട്ടെ എന്നതാണ് സുധാകരന്റെ നിലപാട്. ഹൈക്കമാൻഡ് ഇടപെടലും തുടർന്നുള്ള വിവാദങ്ങളും നേതാക്കൾക്കിടയിൽ ഭിന്നത ശക്തമാക്കി. പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങളുമായി വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ നാളെ ചർച്ച നടത്തും. സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും കാര്യമായ മാറ്റം വന്നു. ഭിന്നിച്ചു നിന്നിരുന്ന രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒന്നിച്ചു. കെ മുരളീധരൻ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ലീഡർ സി കെ കരുണാകരൻ്റെ മകനാണ്. അദ്ദേഹവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കും. പാർട്ടിയാണ് നമുക്ക് എല്ലാവർക്കും വലുത്. ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും മുന്നോട്ട് പോകേണ്ട സന്ദർഭത്തിലാണ്. അതിന്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. രമേശ് ചെന്നിത്തലയുമായി ധാരണയുണ്ടായ കാര്യം മുരളീധരനും സ്ഥിരീകരിച്ചു. അല്ല, അനന്തമായിട്ടുള്ള നീണ്ടുപോക്കിന്റെ പ്രശ്നമില്ല. ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുള്ളത് സെറ്റിൽ ചെയ്തിട്ട് ലിസ്റ്റ് അനൗൺസ് ചെയ്തോളാനാണ്. സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ അവസാനം സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. സംഘടനാ തെരഞ്ഞെടുപ്പ് എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. ഇതിലും വലിയ പ്രതിസന്ധികൾ പാർട്ടി അഭിമുഖീകരിച്ചിട്ടുണ്ടല്ലോ. അന്നുള്ളതിൻ്റെ 1/3 പോലും ഇപ്പോൾ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ. സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നീങ്ങാമെന്നതാണ് AI ഗ്രൂപ്പുകൾക്കിടയിലെ ധാരണ. പക്ഷേ പുനഃസംഘടനാ പട്ടിക തയ്യാറാക്കിയതിൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ലെന്ന പരാതി A ഗ്രൂപ്പിനുമുണ്ട്. ഈ മാസം 31 വരെയാണ് പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള സമയം. പരാതിക്കാരെ കേട്ട് ഹൈക്കമാൻഡ് അനുമതിയോടെ ഈ ആഴ്ച തന്നെ പട്ടിക പുറത്തിറക്കാനാണ് ശ്രമം. എംപിമാരെ കൊണ്ട് ഹൈക്കമാൻഡിന് പരാതി നൽകിയതിനു പിന്നിൽ KC വേണുഗോപാലാണെന്നാണ് I ഗ്രൂപ്പ് ആരോപിക്കുന്നത്. എന്നാൽ പാർട്ടിയിൽ സജീവമല്ലാത്തവർ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് തർക്കത്തിന് കാരണമെന്ന് മറുവിഭാഗം വാദിക്കുന്നു. നാളെ നടക്കുന്ന ചർച്ചയോടെ പുനഃസംഘടനാ പട്ടികയ്ക്ക് അന്തിമ രൂപമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18